നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസർ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾ മോണിറ്റൈസേഷൻ ചെയ്തതിന് ശേഷം അഡ്വർടൈസ്മെന്റുകൾ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുമല്ലോ. അത് നമുക്ക് മിഡ് റോൾ ആഡ്സ് നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ബാക്കി അഡ്വർടൈസ്മെന്റ് ഒന്നും തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനല്ല ആഡ് ചെയ്യാൻ പറ്റുന്നത്. അത് ഗൂഗിളിന്റെ ഇഷ്ടത്തിനായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മിഡ് റോൾ ആഡ്സിലുള്ള നമ്മുടെ കൺട്രോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലേക്ക് കൂടുതൽ വ്യൂ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ കൂടുതൽ ഏണിങ്സും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലാണ് ഈ കാര്യം കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ മൊബൈൽ ഫോണിൽ നിന്നാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിന്റെ ത്രൂ ഡെസ്ക്ടോപ്പ് മോഡിൽ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എന്റെ ചാനലിൽ ഒരു വീഡിയോ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. 11 മിനിറ്റിൽ കൂടുതലുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മിഡ് റോൾ ആഡ്സ് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലെങ്ത് 8 മിനിറ്റ്സിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും നമുക്ക് അതിൽ മിഡ് റോൾ ആഡ്സ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഏതൊക്കെ ടൈപ്പ് ആഡ്സ് ഉണ്ട്, ഇതിൽ ഏതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരികയാണ്. മോണിറ്റൈസേഷൻ സെക്ഷനിൽ ലൊക്കേഷൻ ഓഫ് ആഡ്സ് എന്നുള്ളതിൽ പ്രീ റോൾസ് ഉണ്ട്, മിഡ് റോൾ ഉണ്ട്, പോസ്റ്റ് റോൾ ആഡ്സ് ഉണ്ട്. താഴെയായിട്ട് ടൈപ്പ് ഓഫ് ആഡ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. നോൺ സ്കിപ്പബിൾ ആഡ്സ്, സ്കിപ്പബിൾ ആഡ്സ്, ഡിസ്പ്ലേ ആഡ്സ്. അങ്ങനെ 3 ടൈപ്പ് ആഡ്സ് ആണ് വരുന്നത്. അത് നമുക്ക് ഒരു കൺട്രോളുള്ള കാര്യമല്ല. ഏത് ടൈപ്പ് ആഡ്സ് വിടണം എന്നുള്ളത് യൂട്യൂബ് ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് ലൊക്കേഷൻ ഓഫ് ആഡ്സിലാണ് ചെറിയൊരു കൺട്രോൾ ഉള്ളത്. അതിൽ എല്ലായിടത്തും കൺട്രോൾ ഇല്ല. പ്രീ റോൾസിലും പോസ്റ്റ് റോളിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് യൂട്യൂബ് തീരുമാനിക്കും വേണോ വേണ്ടയോ എന്നുള്ള കാര്യം. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുന്നത് ആ വീഡിയോയുടെ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും. പക്ഷേ നമ്മൾ ആ വീഡിയോയ്ക്കുള്ളിലേക്ക് കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്വർടൈസ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കും. ഈ അഡ്വർടൈസ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബും ഇല്ല, ഞാനും ഇല്ല, എന്നെ പോലുള്ള ക്രിയേറ്റേഴ്സും ഇല്ല. അറിയാമല്ലോ, അഡ്വർടൈസ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അഡ്വർടൈസ്മെന്റ് ഇതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെങ്കിൽ ഓരോരുത്തരുടെ പ്രിഫറൻസ് ഉണ്ട്. നമുക്ക് മുമ്പ് പ്രീ റോൾ ആഡ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബ് ഇപ്പൊ ആ പ്രീ റോൾ ആഡ്സ് ഒഴിവാക്കാനുള്ള സൗകര്യം എടുത്ത് മാറ്റിക്കളഞ്ഞാണ്. കാരണം പലരുടെയും ചിന്താഗതി ഇത് തന്നെയാണ്. ഈ പ്രീ റോൾ ആഡ്സ് വരുമ്പോൾ അവരുടെ വീഡിയോയിൽ ആളുകൾ എൻഗേജ്ഡ് ആകുന്നില്ല, അല്ലെങ്കിൽ വീഡിയോ ആളുകൾ കാണാതെ പോകുന്നു. അതുകൊണ്ട് പ്രീ റോൾ ആഡ്സ് പലരും ഒഴിവാക്കും. അപ്പൊ അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ തന്നെ യൂട്യൂബ് എടുത്ത് കളഞ്ഞത്. നമ്മുടെ കൺട്രോളിലില്ല, ക്രിയേറ്ററിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സ്ഥിതിയാക്കിയത്. പ്രീ റോൾ ആഡ്സിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും മിഡ് റോൾ ആഡ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ നോക്കി പ്ലേസ് ആഡ് ഡ്യൂറിംഗ് വീഡിയോ മിഡ് റോൾ. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്തിട്ടേക്കാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്വർടൈസ്മെന്റ് യൂട്യൂബ് തന്നെ, ഗൂഗിൾ തന്നെ നമ്മുടെ വീഡിയോയിൽ പ്ലേസ് ചെയ്യും. അത് നമുക്ക് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവ്യൂ പ്ലേസ്മെന്റ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യണം. അന്നേരം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നത് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റും, വേണ്ടത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇട്ട് കൊടുക്കരുത് ഈ പരിപാടി. നിങ്ങളൊരു വീഡിയോ 10-15 മിനിറ്റുള്ള ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രോപ്പറായിട്ട് അഡ്വർടൈസ്മെന്റ് നിങ്ങൾ തന്നെ പ്ലേസ് ചെയ്യണം. ഓട്ടോമാറ്റിക് അഡ്വർടൈസ്മെന്റ് അതിന് തോന്നുന്ന രീതിയിൽ തോന്നുന്നിടത്തായിരിക്കും വരുന്നത്. ചിലപ്പോൾ 4 അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടടുത്ത് ഒറ്റ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമില്ല. അപ്പൊ ഇനിയും കുറേ അധികം അഡ്വർടൈസ്മെന്റ് ചുമ്മാതെ ആഡ് ചെയ്ത് വെച്ചാലും പ്രശ്നമാണ്. കാരണം ആളുകൾ അവിടെയും അവരുടെ എൻഗേജ്മെന്റ് പോകും, ആൾക്കാരുടെ എൻഗേജ്മെന്റ് പോകും, ആൾക്കാരത് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇട്ടിട്ട് പോകും നമ്മുടെ വീഡിയോ. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ അഡ്വർടൈസ്മെന്റുകൾ പ്ലേസ് ചെയ്യണം. മനസ്സിലായി? എവിടെയെങ്കിലും കൊണ്ട് അഡ്വർടൈസ്മെന്റ് ഇട്ടിട്ട് കാര്യമില്ല, കറക്റ്റ് സ്ഥലങ്ങളിൽ കൊടുക്കണം. ഇവിടെ ഏകദേശം 11 മിനിറ്റുള്ള ഈ ഒരു വീഡിയോയിൽ ഞാൻ 3-4 അഡ്വർടൈസ്മെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചില വീഡിയോയിൽ ഞാൻ 2 അഡ്വർടൈസ്മെന്റേ കൊടുക്കത്തുള്ളൂ, ചിലതിൽ 4 കൊടുക്കും. ഈ 4 കൊടുക്കുന്നതിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോരോ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോകളാണെങ്കിൽ അതിപ്പം 1, 2 പോയിന്റ്, അല്ലെ 3, 4, 5 ഇങ്ങനെ പോയിന്റ്സ് നമ്മൾ കൊടുത്തിരിക്കുന്ന വീഡിയോകൾ, അല്ലെങ്കിൽ എൻഗേജിംഗ് ആയിട്ട് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന വീഡിയോകൾ, അങ്ങനെയുള്ളിടത്തൊക്കെ നമ്മൾ ഈ മൾട്ടിപ്പിൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു 2 പോയിന്റ് പറഞ്ഞു, അപ്പോൾ 3ാമത്തെ പോയിന്റ് കേൾക്കാനുള്ള ഒരു ആകാംക്ഷ ആ ഒരു വ്യൂവറിന്റെ മനസ്സിൽ ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ ആ വീഡിയോയെ മാനേജ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 2 പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ആഡ് ചെയ്യാം. ഉറപ്പായിട്ടും ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടതിന് ശേഷം 3ാമത്തെ പോയിന്റിലേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് 4 പോയിന്റ്, 4ാമത്തെ പോയിന്റിനും 5ാമത്തെ പോയിന്റിനും ഒക്കെ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ വീഡിയോ പോകുന്നതെന്നുണ്ടെങ്കിൽ ആളുകൾ സ്കിപ്പ് ചെയ്ത് പോകും. കറക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി നമ്മുടെ വ്യൂവേഴ്സ് അഡ്വർടൈസ്മെന്റിന് ശേഷം തുടർന്ന് ആ വീഡിയോ കാണുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ലോങ് വീഡിയോസിൽ ആളുകളുടെ എൻഗേജ്മെന്റ് കൂടുമ്പോൾ എന്തൊക്കെയാണ് പ്രയോജനം? 2 പ്രയോജനമാണ്. അതിലൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് കൂടുതൽ ഷോ ചെയ്യും, അതിലൂടെ നമുക്ക് ഏണിങ്സ് കൂടും. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് ഓവർ കൂടും. ആ ഒരു വീഡിയോയുടെ വാച്ച് ഓവർ കൂടുന്നതിനനുസരിച്ച് ആ വീഡിയോ കൂടുതൽ റെക്കമെൻഡേഷനിലേക്ക് പോകും. മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആ വീഡിയോ ഇപ്പൊ നമ്മുടെ ഒരു അഡ്വർടൈസ്മെന്റ് കുറച്ച് കൊടുത്താലും അതിൽ വാച്ച് ഓവർ നമുക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നെങ്കിലേ അത് കുറച്ചുകൂടെ ആളുകളിലേക്ക് മൂവ് ആയി പോകത്തുള്ളൂ, റെക്കമെൻഡ് ആയി പോകത്തുള്ളൂ. എന്നെങ്കിലേ നമുക്ക് അതിൽ നിന്ന് പ്രയോജനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, സീരിയലൊക്കെ കാണുന്നവർക്ക് അറിയാം, എന്തെങ്കിലും ഒരു മുൾമുനയിൽ നമ്മളെ കൊണ്ട് നിർത്തിയിട്ട് അവരവിടെ എൻഡ് ചെയ്തിട്ട് അടുത്ത ദിവസത്തേക്ക് നമ്മളെ നോക്കിയിരുത്തും ആകാംക്ഷയോട്. എന്ന് പറഞ്ഞ പോലുള്ള സംഭവങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മുടെ വീഡിയോയിൽ, അത് നോട്ട് ചെയ്ത് വെക്കുക. അവിടെ മാത്രം അഡ്വർടൈസ്മെന്റുകൾ കൊടുത്തു പോവുക. കാരണം ആളുകൾ അത് കാണണം, കാണാനുള്ള
ഒരു ക്യൂരിയോസിറ്റി അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഫുൾ വാച്ച് ചെയ്യും. അതിലൂടെ നമുക്ക് കൂടുതൽ ഏണിങ്സും കൂടുതൽ വാച്ച് ടൈമും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലിൽ മിഡ് റോൾ ആഡ്സ് കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് മാത്രമേ മിഡ് റോൾ ആഡ്സ് കൊടുക്കാവൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് ടൈം നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, തോന്നിയിടങ്ങളിലൊക്കെ കൊണ്ട് ആഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ആ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാതെ ഇട്ടിട്ട് പോകും. കറക്റ്റ് സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്ത് ആളുകളുടെ എൻഗേജ്മെന്റ് കൂട്ടി നമുക്ക് ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റുകളായിട്ട് അറിയിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മറക്കാവുന്ന ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.